ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാര. 1193 മുതൽ 1253 വരെ കാലഘട്ടം. അസീസിയിലെ ഒരു കുലീന യോദ്ധാവായ ഫവേരിനോഷിഫോയുടെ 3 പെൺമക്കളാണ് ക്ലാരയും ആഗ്നസും ബെയാട്രിസും. 1193 ക്ലാര ജനിച്ചത്. ക്ലാരയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ മുതൽ വിവാഹാലോചനകൾ ആരംഭിച്ചു. യേശുവിനെ ദിവ്യമണവാളനായി സ്വീകരിക്കാൻ ക്ലാര ആഗ്രഹിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഉപദേശം രഹസ്യമായി ആരാഞ്ഞുകൊണ്ടിരുന്നു. 1212 മാർച്ച് 18 ഓശാന ഞായറാഴ്ച ക്ലാര ഉടുത്തൊരുങ്ങി അമ്മയോടുകൂടെ പള്ളിയിൽ പോയി. എല്ലാവരും അൾത്താരയുടെ അടുക്കൽ പോയി കുരുത്തോല വാങ്ങി. ക്ലാര നാണിച്ച് മുന്നോട്ടു പോയില്ല. മെത്രാനച്ചൻ ഇറങ്ങിച്ചെന്ന് കുരുത്തോല കൊടുത്തു. അന്ന് വൈകുന്നേരം വീട്ടിൽ നിന്ന് ക്ലാര പോർസിങ്കോള ദേവാലയത്തിലേക്ക് ഒളിച്ചു പോന്ന് ഒരു തിരി കത്തിച്ച് പിടിച്ച് പള്ളിയുടെ വാതിൽക്കൽ നിന്നു. പരിശുദ്ധാത്മാവേ വരിക എന്ന ഗാനം അവൾ പാടി. അവൾ വിശേഷ വസ്ത്രങ്ങൾ ഊരിവെച്ച് പ്രായശ്ചിത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസ് ക്ലാരയുടെ തലമുടി വെട്ടിമാറ്റി ഒരു ചരട് അരയിൽ കെട്ടി. തൽക്കാലം അവൾ ബെനഡിക്റ്റിൻ മഠത്തിൽ താമസിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവളെ ബലമായി തിരികെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ തലമുടി വെട്ടിമാറ്റിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. അവർ അതോടെ സ്ഥലം വിട്ടു. സാൻ ദമിനിയായുടെ അടുത്ത് ഒരു ഭവനം ക്ലാരയ്ക്ക് തയ്യാറായി. 2 ആഴ്ച കഴിഞ്ഞ് സഹോദരി ആഗ്നസും ക്ലാരയോടുകൂടെ ചേർന്നു. വീണ്ടും വീട്ടിൽ വലിയ വിപ്ലവമുണ്ടായി. പിന്നീട് ആഗ്നസും അനുവാദം കിട്ടിയെന്ന് മാത്രമല്ല, അവരുടെ അമ്മ ഒർത്തോളാനയും വേറെ കുറേ സ്ത്രീകളും മഠത്തിൽ ചേർന്നു. ഇങ്ങനെ ക്ലാര സഭയുണ്ടായി. പല ശാഖകളും സ്ഥാപിതമായി. സ്റ്റോക്കിങ്സും ഷൂസും ചെരുപ്പുമില്ലാതെയാണ് അന്ന് ക്ലാര സഹോദരിമാർ നടന്നിരുന്നത്. എന്നും മാംസവർജനം അവർ പാലിച്ചു പോന്നു. ദാരിദ്ര്യവും പ്രായശ്ചിത്തവും വളരെ കണിശമായിരുന്നു. ക്ലാര പുണ്യവതിയുടെ വാർദ്ധക്യത്തിൽ ദാരിദ്ര്യവും പ്രായശ്ചിത്തവും അല്പം ലാഘവപ്പെടുത്തി. സാരസൻ സൈന്യം സ്പൊളേറ്റോ താഴ്വര ആക്രമിച്ചപ്പോൾ ഒരു വിഭാഗം സൈന്യം ക്ലാരമഠത്തെ ആക്രമിക്കുവാൻ തുടങ്ങി. ശത്രുവിന് അഭിമുഖമായി വിശുദ്ധ കുർബാന അരുളക്കയിൽ എഴുന്നള്ളിച്ചു വയ്ക്കാൻ ക്ലാര ആവശ്യപ്പെട്ടു. അനന്തരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയെ ഏറ്റുപറയുന്നവരുടെ ആത്മാക്കളെ ആ മൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ശത്രുക്കൾക്ക് പെട്ടെന്ന് ഭയം തോന്നുകയും അവർ ആ മഠം ആക്രമിക്കാതെ ഓടിപ്പോവുകയും ചെയ്തു. 28 വർഷത്തോളം രോഗിണിയായി കിടന്നിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. 27 വർഷം മുമ്പ് ഫ്രാൻസിസ് അസീസിയുടെ മരണനേരത്ത് വായിച്ചതുപോലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രം 3 സന്യാസിനിമാർ വായിച്ചു. തത്സമയം ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതയായ ക്ലാര പുണ്യവതി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1255 അലക്സാണ്ടർ 4 മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഒരു ക്രിസ്തുമസിൻ്റെ അന്ന് രോഗക്കിടക്കയിലായിരുന്ന വിശുദ്ധ ക്ലാര അസീസിയിലെ സാൻ ഫ്രാൻസിസ്കോ ബസിലിക്കയിലെ പാതിര കുർബാന വിദൂരതയിലായിരുന്നുകൊണ്ട് അത്ഭുതകരമായി വീക്ഷിക്കുവാനിടയായി. അതിന് സാക്ഷ്യം ലഭിച്ചതുകൊണ്ട് 1958 പിയൂസ് 12 പാപ്പ അവളെ ടെലിവിഷൻ്റെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. വചനം എഫേസോസ് 5:9 പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. വിചിന്തനം. ജഡികമായ ഒരു യുഗത്തിൽ ക്ലാര സഹോദരിമാരുടെ ജീവിതം ദാരിദ്ര്യവും വിനയവും പ്രസംഗിച്ചു. ആ ചൈതന്യം ഇന്നും അത്യന്താപേക്ഷിതം തന്നെ.